ഹായ്, ഞാൻ എമിലിയ. എൻ്റെ ഹസ്ബൻഡ് വിനു ജോസ്. ഞങ്ങൾ രണ്ടുപേരും ഒരു ഡ്രീം ഹോമിൻ്റെ ജേർണിയിലായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു വർഷം മുന്നേ ശരിക്കും ഞങ്ങൾക്കൊരു ഹോം വേണം എന്നുള്ളൊരു ചിന്ത ഞങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ പറയുന്ന പോലെ എല്ലാവരും ചെയ്യുന്ന പോലെ ഞങ്ങളും ഒത്തിരി റിസർച്ച് ചെയ്തു. ഞങ്ങൾ ഒത്തിരി ഫ്ലാറ്റ് വിസിറ്റ് ചെയ്തു, വില്ലാസ് പോയി കണ്ടു, ഇൻഡിവിജ്വൽ പ്രോജക്ട്സ് പോയി കണ്ടു. അപ്പം ഞങ്ങൾക്ക് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു ബ്രാൻഡായിരുന്നു നീമത്ത്. അപ്പം നീമത്തിൻ്റെ മെയിൻ ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീമത്തിൻ്റെ 2-3 പ്രൊജക്ട്സുകളിൽ ഈ പാലക്കാട് തന്നെയുള്ള ബ്രൂക്ക് ഫീൽഡ് അതിൻ്റെ അറ്റ്മോസ്ഫിയറാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ ലുക്ക് പോയത്. അപ്പോൾ അറ്റ്മോസ്ഫിയർ ഭയങ്കര നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം പിന്നെയും ഞങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഒത്തിരി പ്രൊജക്ട്സ് കാണുകയും നമ്മൾ പാലക്കാടാണ് മെയിൻ നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്തത്. കാരണം നമ്മുടെ വിചാരിക്കുന്ന രീതിയിൽ നല്ലൊരു ഹോം നമ്മൾക്ക് പാലക്കാട് കിട്ടിയാൽ കൊള്ളാം എന്നുള്ളൊരു വിചാരത്തിലായിരുന്നു. എന്നിരുന്നാലും ഞങ്ങൾ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം അങ്ങനെ ഈ സ്ഥലങ്ങളിലെല്ലാം കണ്ടു, ഒത്തിരി പ്രൊജക്ട്സൊക്കെ പോയി കണ്ടു. പക്ഷേ ഞങ്ങൾ പിന്നെയും നീമത്തിൽ തന്നെയാണ് വന്നു നിന്നത്. അതിൻ്റെ മെയിൻ റീസൺ ഞങ്ങൾക്ക് അവരുടെ അറ്റ്മോസ്ഫിയർ, അവർ ആ പ്രൊജക്റ്റ് ചൂസ് ചെയ്തിരിക്കുന്ന അറ്റ്മോസ്ഫിയർ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ ഈ പാലക്കാട് ടൗണിൽ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഒരു വീട് കിട്ടാൻ വേണ്ടിയിട്ട്. മേ ബി കിട്ടുമായിരിക്കാം, മേ ബി അത് ചിലപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവണമെന്നില്ല. അപ്പം നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഒരു ബഡ്ജറ്റ് ഞാൻ പറഞ്ഞു വരുന്നത് തന്നെയാണ്. അപ്പം നെക്സ്റ്റ് നമ്മുടെ കയ്യിലുള്ളത് ബഡ്ജറ്റാണ്. അപ്പം നമ്മുടെ ബഡ്ജറ്റിലൊതുങ്ങിയ ഒരു ചെറിയൊരു വീട്, ബഡ്ജറ്റിലൊതുങ്ങിയ നമുക്കിഷ്ടപ്പെട്ട ഒരു വീട്. അപ്പം ഞങ്ങൾ പിന്നീട് കുറേ സെർച്ചിനും കാര്യങ്ങൾക്കൊക്കെ ശേഷം ഞങ്ങൾ നീമത്തിനെ കോൺടാക്റ്റ് ചെയ്തു. നീമത്തിനെ ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് നമ്മുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ക്ലിയർ ചെയ്ത് തന്നു. അപ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പോസിറ്റീവ് വന്നു. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞങ്ങൾ വില്ലേൻ്റെ സ്റ്റേജിലേക്ക് കയറി. അപ്പം നമുക്ക് വേണ്ടി വരുന്ന ഒത്തിരി ചേഞ്ചസ് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടീവായിട്ട് അവിടുത്തെ ടീംസ് ഞങ്ങൾക്ക് ചെയ്തു തരുന്നു. അതിന് നമുക്ക് ഒത്തിരി ക്വയറീസ് ഉണ്ടായിരുന്നു, അതെല്ലാം നല്ല രീതിയിൽ ഞങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കിട്ടി. നല്ല ക്ലയൻസിനെ പോലെയല്ല, നല്ലൊരു എന്താ പറയുക, അത്രയ്ക്ക് നല്ല രീതിയിലാണ് നമ്മുടെ അടുത്ത് അവർ ബിഹേവ് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ നിയമത്തിൻ്റെ കൂടെയായിരുന്നു ഞങ്ങൾ ജേർണി. അപ്പോൾ ഞങ്ങളുടെ ബ്രൂക്ക് ഫീൽഡ് എന്ന വില്ല പ്രോജക്റ്റ് ഞങ്ങൾ ഫൈനലൈസ് ചെയ്ത് പാലക്കാട് തന്നെ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ പാലക്കാട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു വീട് ആക്ച്വലി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വെയിറ്റിംഗ് ആണ് കംപ്ലീറ്റ് പ്രോജക്റ്റ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഒരു വറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ക്വാളിറ്റിയാണ്. കാരണം മിക്ക ബിൽഡേഴ്സിൻ്റെയും വർക്കുകൾ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുള്ളതാണ്. അത്ര ക്വാളിറ്റിയിൽ എത്രത്തോളം 100% കൊടുക്കുമോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ പേഴ്സണലായിട്ടൊരു വീട് ചെയ്യുമ്പോൾ മേ ബി നമ്മൾ മെറ്റീരിയൽസിനൊക്കെ അത്ര ക്വാളിറ്റി ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. പക്ഷെ നമ്മുടെ ഈ സാഹചര്യം കൊണ്ട് നമുക്ക് അങ്ങനെയൊരു ഇൻഡിവിജ്വൽ പ്രൊജക്റ്റിലേക്ക് നമ്മൾ പോകാത്തത് കൊണ്ടും നമ്മുടെ നെക്സ്റ്റ് ഒരു വറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ സ്പെക്ക് ആൻഡ് ക്വാളിറ്റീസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ റീസെൻ്റായിട്ട് തീർന്നുകൊണ്ടിരുന്ന അക്കേഷ്യ പോയി കണ്ടു. അക്കേഷ്യ പോയി കണ്ടപ്പോഴാണ് ഞങ്ങൾ ആക്ച്വലി ഒരു ബ്രോഷേഴ്സിൽ വന്നിരിക്കുന്ന, അത് ബ്രോഷേഴ്സിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് ആണ് അവരവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കൊരു 100% നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ, നമുക്കൊരു കോൺഫിഡൻറ്റ് ആകുവാണ്. കാരണം നമ്മൾ ഓക്കെ മേ ബി ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഫ്യൂച്ചറിൽ ഇഷ്യൂസൊന്നും വരില്ല, നമ്മൾ ഹാപ്പി ആയിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് നമുക്ക് വന്ന് നമ്മൾ ആ പ്രൊജക്റ്റ് റിയലായിട്ട് കണ്ടപ്പോഴാണ്. അങ്ങനെ ഞങ്ങൾ ബ്രൂക്ക് ഫീൽഡിൻ്റെ നീമത്ത് ബ്രൂക്ക് ഫീൽഡിൻ്റെ വില്ല ഞങ്ങൾ സൈൻ ചെയ്യുകയും ചെയ്തത്. നമുക്ക് വരുന്ന മാർച്ചിൽ ആക്ച്വലി ഹാൻഡ് ഓവറാണ്. അപ്പം നമ്മൾ ആക്ച്വലി വെയിറ്റിംഗ് ആണ് ടു സീ ദ കംപ്ലീറ്റ് പ്രോജക്റ്റ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. കാരണം നമ്മുടെ ഒരു ലൈഫിലെ ഒരു വലിയ ഡ്രീമാണ് നമ്മുടെ മുന്നിൽ കാണാൻ പോകുന്നത്. പക്ഷെ ഇതുവരെയുള്ള നമ്മൾ സ്റ്റേജ് 1 മുതൽ സ്റ്റേജ് ഒരു 5 വരെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അത്രയും നല്ല ആത്മാർത്ഥതയോടെ തന്നെ നമ്മുടെ കൂടത്തിൽ നിന്ന് ക്ലയൻറ്റ് എന്നതിനുപരി നമുക്ക് കൂടെ വന്നവർ ഹെൽപ്പ് ചെയ്ത് തന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മളിനി ഒരു ഫൈനൽ ഫിനിഷിങ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി വെയിറ്റിംഗ് ആണ്.
ദാറ്റ്സ് ഓൾ. താങ്ക് യു.